ഇവിടെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരി എന്ന ഒരു സബ്ജക്റ്റിലാണ് സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അമേരിക്കൻ സന്ദർശനം നടത്തുന്നതിന് മുൻപാണ് പ്രധാനമന്ത്രിയോട് അമേരിക്കയുടെ ചാനലായ CNN ഒരു അഭിമുഖത്തിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന ഒരു രാജ്യമാണ്. അതിന് അനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനെ അറിയാത്ത ബ്രിട്ടീഷുകാരോ അമേരിക്കക്കാരോ ആരുമില്ല. എന്നാൽ ഷാരൂഖ് ഖാൻ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ എയർപോർട്ടിൽ മണിക്കൂറുകളോളം പിടിച്ചിരുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടിയുടെ ശരിക്കു പേര് എന്താ, മുഹമ്മദ് കുട്ടിയോ എന്തോ ആണെന്ന് തോന്നുന്നു, ആ പേര് ഒരു തീവ്രവാദ ലിസ്റ്റിൽപ്പെട്ട ആളുടെ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെയും എയർപോർട്ടിൽ മണിക്കൂറുകളോളം പിടിച്ചിരുത്തി. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആദരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ 6 മണിക്കൂറോളം എയർപോർട്ടിൽ പിടിച്ചിരുത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കമൽ ഹാസൻ അമേരിക്കയിൽ പോകുമ്പോൾ നിങ്ങളുടെ പേര് കമൽ ഹാസൻ എന്നല്ല, കമാൽ ഹസൻ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും എയർപോർട്ടിൽ പിടിച്ചിരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന മുസ്ലിം നാമധാരികളെ എയർപോർട്ടിൽ പോലും മണിക്കൂറുകളോളം പിടിച്ചിരുത്തുന്ന അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നതിന് മുൻപ് അമേരിക്ക ശത്രുക്കളായി കാണുന്ന ഒരു മതത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ ധീരമായി നിന്നുകൊണ്ട് അവരുടെ യഥാർത്ഥ ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ശ്രീജിത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായും അമേരിക്കയുടെ ചോദ്യത്തിനാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത്. അപ്പോൾ അത്തരം മുസ്ലിം വിരുദ്ധമായ അമേരിക്കയോട് പോലും മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നതിന് മുൻപ് ഇങ്ങനെ പറയാൻ കാരണം, അമേരിക്ക വിസ നിഷേധിച്ച വ്യക്തിയാണ്, നേരത്തെ വിസ നിഷേധിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. ആ വിസ നിഷേധിക്കുവാനുള്ള കാരണം ഗുജറാത്തിലെ കലാപമാണ്. ഗുജറാത്തിലെ കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വിസ നിഷേധിച്ചത്. ആ ഒരു പങ്കിനെ കഴുകിക്കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കറുപ്പിനെ കഴുകിക്കളയാൻ വേണ്ടി അദ്ദേഹം CNN ഫരീദ് സക്കരിയയുടെ ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഫരീദ് സക്കരിയയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് അമേരിക്കയുടെ മുന്നിൽ നല്ല ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ശ്രീജിത്തിന് നേരെ എതിരെ ചിന്തിക്കുന്ന ആളുകളുടെ വാദം. ഈ 2 വാദങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, തീർച്ചയായും പ്രധാനമന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥമാണെങ്കിൽ, 100% ആത്മാർത്ഥമാണെങ്കിൽ, അദ്ദേഹം അത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കേണ്ടതാണ്. പ്രവർത്തനത്തിലൂടെ തെളിയിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ധൈഷണികമായ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ അടിസ്ഥാന ആദർശം തന്നെ ശരിക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഗുരുജി ഗോൾവാൾക്കറാണ്. ഗുരുജി ഗോൾവാൾക്കർ വിവേകാനന്ദ സ്വാമികൾ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് എന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തിട്ടുണ്ട് 2008 അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകത്തിൽ. അപ്പോൾ അങ്ങനെ ഗുരുജി ഗോൾവാൾക്കർ പച്ചയായി എഴുതിയ കാര്യം, മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തെ തകർത്തത് എന്നാണ്. മുസ്ലിങ്ങളുടെ ആഗമനമാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ കീഴ്പോട്ടുള്ള പോക്കിൻ്റെയും നിദാനമെന്നാണ്. ആ മുസ്ലിങ്ങളെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്നതിന് ജർമ്മനിയുടെ മോഡൽ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അദ്ദേഹം വരികൾക്കിടയിലൂടെ സംസാരിച്ചത്. വി ആർ അവർ നേഷൻ ഹു ഡിഫൈൻഡിൽ. അങ്ങനെയുള്ള ആ ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ സാങ്കത്യം അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. അദ്ദേഹം തീർച്ചയായും കർമ്മങ്ങളിലൂടെ, കർമ്മകാണ്ഡത്തിലൂടെയാണ് താൻ മുസ്ലിങ്ങൾ രാഷ്ട്രസ്നേഹികളാണ് എന്ന് പറഞ്ഞതിനെ സ്ഥാപിക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ആ സ്ഥാപിക്കേണ്ടത്
കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് ചെയ്തത്, അത് പറഞ്ഞത്, അത് ചെയ്തത് എല്ലാം ശരി, വിവരമില്ലാത്തത് കൊണ്ട് തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ എന്നെല്ലാം വരികയാണെങ്കിൽ പോലും ഇനി എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിലൂടെ കാണിക്കേണ്ടതാണത്, അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കേണ്ടതാണത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന കൊണ്ട് മുസ്ലിങ്ങൾ, നമ്മളിവിടെ പറയുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രാജ്യത്തിലെ പൂർണ്ണമായ പൗരന്മാരായി അംഗീകരിക്കുകയും അവരുടെ മതമനുസരിച്ച് അവരുടെ സംസ്കാരമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഉറപ്പ് വരികയും അവർക്ക് ഒരു ഹിന്ദുവിനെ പോലെയും ക്രിസ്ത്യാനിയെ പോലെയും സിഖുകാരനെ പോലെയും ബുദ്ധനെ പോലെയും ജൈനനെ പോലെയുമല്ല, അവരുടെ മതം അവരുടെ വൈയക്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാം ഇടപെടുന്ന മതം, അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാൻ ഉള്ള പരിശ്രമങ്ങളാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ സംശയിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. ആത്മാർത്ഥതയിൽ സംശയിക്കപ്പെടുന്ന നേരത്തെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഗുജറാത്തിലെ വംശഹത്യയുടെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട് എന്നാണ്, ആര് നിഷേധിച്ചാലും. അപ്പോൾ സ്വാഭാവികമായും അത് ചെയ്തൊരു വ്യക്തി ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്ന അവസ്ഥയുണ്ടാകും. അതില്ലാതെയാകണമെങ്കിൽ ഈ സമൂഹത്തെ അദ്ദേഹം ശരിക്ക് വിശ്വാസത്തിലെടുക്കുകയും ഈ സമൂഹത്തിലെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. തീർച്ചയായും രണ്ട് വീക്ഷണങ്ങളും ഉണ്ടാകാം. അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞതാണെന്ന വീക്ഷണം ഉണ്ടാകാം, അദ്ദേഹം ആത്മാർത്ഥമല്ലാതെ പറഞ്ഞതാണെന്നുള്ള വീക്ഷണം ഉണ്ടാകാം. ആ വീക്ഷണങ്ങളുടെ പക്ഷങ്ങൾക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാകാം. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുസ്ലിം ഭീകരതയെ ശത്രുവായി കാണുമ്പോഴും അവരുടേതായ ചില മുസ്ലിം ഭീകരതയെ ശത്രുവായി കാണുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ ശത്രുവായി തീരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഷാരൂഖ് ഖാനെയും മമ്മൂട്ടിയെയും ഷിഹാബ് തങ്ങളെയും എല്ലാം തടഞ്ഞു നിർത്തിയ, മുസ്ലിം പേരുള്ളത് കൊണ്ട് തടഞ്ഞു നിർത്തിയതിൻ്റെ അവസ്ഥ അവർക്ക് അവരുടെ ന്യായീകരണമുണ്ട്, രാജ്യത്തിൻ്റെ രക്ഷക്ക് സുരക്ഷക്ക് നല്ലുള്ള ന്യായീകരണമുണ്ട്. പക്ഷേ അവർ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര നൈതികതയിൽ അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഒന്നിൻ്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് വിസ കിട്ടാത്ത അവസ്ഥയുണ്ടായത്. അപ്പോൾ അത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന ന്യായത്തിന് ആ ന്യായീകരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ന്യായങ്ങളുണ്ട്, തിരിച്ചു പറയുന്നവർക്കും ന്യായമുണ്ട്. ഇത് ഏതാണ് ശരി എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം കർമ്മങ്ങളിലൂടെയാണ്. ആ കർമ്മങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.